ഷോർ ഓഫ് ഗ്രേസിൻ്റെ 11ാമത്തെ പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. 2025 കഴിഞ്ഞു. 2026 ആണ്ടിൻ്റെ ആദ്യ ദിവസം. പുറകോട്ടൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ 2025 നമുക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? ആത്മീകമായി, ശാരീരികമായി, മാനസികമായി, ഭൗതികമായി. ഇന്നലെ രാത്രിയിൽ നാം നമ്മുടെ ആരാധനാസ്ഥലങ്ങളിൽ ഒത്തുകൂടി കഴിഞ്ഞ വർഷത്തിൽ ദൈവം നടത്തിയ വിധങ്ങൾ ഓർക്കുകയും പുതിയ വർഷത്തിലേക്ക് ചില തീരുമാനങ്ങളൊക്കെ എടുക്കുകയും ഒക്കെ ചെയ്തു. അത് സ്ഥിരമായ ഒരു കാര്യമാണ്. എങ്കിലും ഞാനൊന്ന് ചോദിക്കട്ടെ, 2025 എങ്ങനെ ഫിനിഷ് ചെയ്തു? ഞങ്ങളുടെ കുടുംബജീവിതത്തിലേക്ക് നോക്കിയാൽ മാനുഷികമായി അയ്യോ ഇതെങ്ങനെ കഷ്ടമായല്ലോ എന്ന് പറയാനുള്ളതൊക്കെ ഉണ്ടായി. ഞാനിത് എഴുതുമ്പോൾ എൻ്റെ ഇടത് കൈ പ്ലാസ്റ്റർ ഇട്ടിരിക്കുകയാണ്. എൻ്റെ ഭാര്യയും മറ്റു ചില പ്രശ്നങ്ങളിലൂടെ കടന്നു പോവുകയാണ്. എന്നാൽ ഞങ്ങൾക്ക് ചോദ്യങ്ങളില്ല, പരിഭവമില്ല. കാരണം എല്ലാം ദൈവകരങ്ങളിലാണ്. ദൈവം അറിയാതെ, ദൈവം അനുവദിക്കാതെ തൻ്റെ മക്കൾക്ക് ഒന്നും സംഭവിക്കുകയില്ല. 46-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ പറയുന്നു, ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു എന്ന്. 23-ാം സങ്കീർത്തനം 4-ാം വാക്യത്തിൽ, കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല, നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ. അതെ, കൂടെ ഇരിക്കുന്ന ദൈവം, കൂടെ ഇരിക്കുന്ന നാഥൻ, കരങ്ങളിൽ വഹിക്കുന്ന കർത്താവ്. ഞങ്ങൾ കുടുംബമായി ഒരു ദിവസം പല പ്രാവശ്യം പാടുന്ന ഒരു പാട്ടാണ് നിൻ സന്നിധി മതി ഹാ യേശുവേ എന്നത്. മാനുഷികമായി വളരെ സങ്കടത്തിൽ കൂടി ഞങ്ങൾ കടന്നു പോകുമ്പോഴും ഞങ്ങൾക്ക് പാടാനും പറയുവാനും ഒക്കെ ഉള്ളത് അപ്പാ നിന്റെ സാന്നിധ്യം മതി എപ്പോഴും എന്നാണ്. ആ സാന്നിധ്യത്തിന് മാത്രമേ നമുക്ക് ആശ്വാസം തരുവാൻ കഴിയുകയുള്ളൂ. ആ കൈകൾക്ക് മാത്രമേ നമ്മെ സംരക്ഷിക്കുവാൻ കഴിയൂ. ആ ദൈവം എൻ്റെ പക്ഷത്താണ് എങ്കിൽ ഒന്നിലും ഭ്രമിക്കാതെ ഇടറിപ്പോകാതിരിക്കാൻ കഴിയും. ഈ പാടുന്ന പാട്ടുകൾ റെക്കോർഡ് ചെയ്തിട്ട് പാമ്പാടിയിൽ നിന്ന് മടങ്ങി വരുന്ന സമയം 18-ാം തീയതി രാത്രിയിൽ വലിയൊരു അപകടം എനിക്കുണ്ടായി. ഞാൻ ഓടിച്ചിരുന്ന വാഹനത്തിന് വളരെ കേടുപാടുകൾ സംഭവിച്ചു. എന്നാൽ എൻ്റെ ഒരു ചെറിയ വിരലിന് ചെറിയൊരു പൊട്ടൽ. എൻ്റെ കാർ റിക്കവറി വാനിൽ കയറ്റിക്കൊണ്ടു പോയപ്പോൾ എൻ്റെ അനിയൻ വെസ്ലി നിന്ന് കരഞ്ഞു. കാരണം അത് അത്ര സങ്കടകരമായിരുന്നു. എന്നാൽ എൻ്റെ സഹോദരങ്ങളെ, എനിക്ക് പറയുവാനുള്ളത്, ദൈവത്തിൻ്റെ കരുതുന്ന സാന്നിധ്യം എൻ്റെ കൂടെ ഇല്ലായിരുന്നുവെങ്കിൽ ഈ അപകടം വളരെ സാമ്പത്തിക നഷ്ടം വരുത്തുന്നു. എങ്കിലും ദൈവിക പദ്ധതികളെ കുറിച്ചുകൂടി അറിയുവാനും എന്നെ തന്നെ ഒന്നുകൂടെ ക്രമീകരിക്കാനുമൊക്കെ ഇത് മുഖാന്തരമായി എന്നുള്ളതിൽ ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കഴിഞ്ഞ വർഷം നാം എത്രയെത്ര യാത്ര ചെയ്തു, ഏതൊക്കെ വാഹനങ്ങൾ ഓടിച്ചു, എന്തെല്ലാം. ആ കരുതുന്ന കരത്തിൻ്റെ സാന്നിധ്യം എത്ര വലുതായിരുന്നു എന്ന് നാം ചിന്തിക്കുന്നുണ്ടോ? എൻ്റെ ഇടത് കൈയുടെ ചെറിയ വിരൽ ഒന്ന് പൊട്ടി. അപ്പോൾ എത്ര അസ്വസ്ഥതയാണ്. ഷർട്ടിൻ്റെ ബട്ടൺ ഇടാൻ പറ്റുന്നില്ല, ഭക്ഷണം എടുത്ത് കഴിക്കുവാൻ പറ്റുന്നില്ല, കൈ തൂക്കിയിടാൻ പറ്റുന്നില്ല, ഒരു പാത്രം 2 കൈ കൊണ്ട് എടുക്കാൻ പറ്റുന്നില്ല, ബാത്റൂമിൽ പോകാനായിട്ട് ബുദ്ധിമുട്ട്, എന്തെല്ലാം. എന്നാൽ ഇതുവരെയും എൻ്റെ അവയവങ്ങളെയെല്ലാം സൂക്ഷിച്ച് എന്നെ പോറ്റി പുലർത്തിയ കർത്താവിൻ്റെ കരത്തിൻ്റെ സംരക്ഷണം എത്ര വലുതാണ് എന്നൊന്ന് ചിന്തിക്കുമ്പോൾ എത്രമാത്രം നന്ദി പറഞ്ഞാലും മതിയാകുകയില്ല. ഈ പുതിയ വർഷത്തിൽ നമുക്ക് ഒരുമിച്ച് പറയുവാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്, നീ എൻ്റെ പക്ഷം മതി, നിൻ്റെ സന്നിധി മതി കർത്താവേ. ഇത് പാടിക്കൊണ്ട് നമുക്ക് ഈ വർഷം ആരംഭിക്കാം. ഇത് നിങ്ങളുടെ സഹോദരൻ പ്രസാദ് കറുകയിൽ. സന്നിധി മതി
മതി എനിക്ക്. വൻ ദുഃഖങ്ങളിലും നിൻ സന്നിധി മതി, നിൻ സന്നിധി മതി ഇന്നും എന്നും. സമുദ്രം കോപിക്കിലും ഭയം ഇല്ലെനിക്ക്. അന്നു നിൻ കൈ മതി, നിൻ സന്നിധി മതി, നിൻ സന്നിധി മതി ഇന്നും എന്നും. ലോകത്തിൽ ഏകനായി തീരുകിലും രോഗത്താൽ ബാധിതൻ ആയിടിലും കണ്ണന്മേൽ മതി, നിൻ സന്നിധി മതി, നിൻ സന്നിധി മതി ഇന്നും എന്നും. ആയിരം വൈരികളാൽ ആവൃതൻ ആകിലും ഞാൻ